ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, പുതിയുഗ യാത്രയിൽ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ കേട്ടുകാണുമല്ലോ. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോളാൻ പറഞ്ഞു, ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ പറഞ്ഞു അവർ നമുക്കാ വോട്ട് ചെയ്യാൻ പോണെന്ന്. ഉത്തമ കമ്മ്യൂണിസ്റ്റ്, അതാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരായി 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിൽ സഞ്ചരിച്ചവർ. ഞാൻ പറഞ്ഞല്ലോ, അവർ തീവ്ര വലതുപക്ഷമാണ്. ഞങ്ങളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം എന്ന് ഞങ്ങൾ കേരളത്തോട് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു, ആ വാക്കുകളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളുടെ വാക്കുകൾക്ക് വിശ്വാസ്യതയുണ്ടായി. ഞങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ചതിനുള്ള നന്ദി കൂടിയാണ് ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നത്. എല്ലാ വാക്കുകളും അവർ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ അതിശക്തമായ നിലപാട്, പുതിയ കേരളത്തെക്കുറിച്ചുള്ള, പുതുയുഗത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങൾ എവിടെയെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണം, ബദൽ ഉണ്ടാകണമെന്ന് കരുതി ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെല്ലാം ഞങ്ങൾ പഠനം നടത്തി, ഗൃഹപാഠം ചെയ്തു. എന്നിട്ട് തയ്യാറാക്കിയ പദ്ധതികളാണ് പുതുയുഗ യാത്രയിൽ. ന്യൂ ഈറയാണ്, പുതിയ യുഗമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് ജനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. എനിക്ക് അഭിമാനമുണ്ട്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഹർത്താലും ബന്ധും പോലും നടത്താതെയാണ് ഈ പ്രതിപക്ഷം ഈ വിജയം നേടിയെടുത്തത്. ഒരു ഹർത്താലും ബന്ധം നടത്താതെ. ഇത് നമ്മുടെ പുതിയ കേരളമാണ് എന്ന് കേരളത്തിന് പുറത്തേക്കുള്ള ഒരു സന്ദേശം കൊടുക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും ഞങ്ങൾ ശ്രമിച്ചു. ഞാനൊരു ജോൺ ഇരിക്കുന്നുണ്ട് അടുത്ത്, എന്നാലും ഞാൻ പറയാം, ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനേക്കാളേറെ ഒരു വലിയ സന്തോഷമുണ്ട്. കേരള ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചെടുത്ത തെരഞ്ഞെടുപ്പാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ചരിത്രത്തിൽ 62 ഉള്ളു. 2001 60-ൽ 60 സീറ്റ് അല്ലേ? 77 38 സീറ്റുകൾ. 2011 ജയിച്ചപ്പോൾ 38 സീറ്റ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് കേരള ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി. അതിൽ മാത്രമേ എൻ്റെ ചെറിയ കണക്ക് തെറ്റിയുള്ളൂ. 1 ഡസൻ മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ മന്ത്രിമാർ തോക്കും. ചെറുതായിട്ട് എൻ്റെ കണക്ക്. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കണക്ക് പറഞ്ഞത്, ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ കണ്ട പ്രവർത്തനങ്ങൾ, അത് കൂടാതെ ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ ഒരു പ്രവർത്തനങ്ങളുണ്ടായി. 2001 ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി. 2001 കിട്ടിയ ഉജ്ജ്വലമായ വിജയം പിന്നെ 2004 പോലില്ല. 2011 ജയിച്ചെങ്കിലും 72 സീറ്റോടുകൂടിയാണ് ജയിച്ചത്. UDFന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ശക്തികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ UDFനെ വിട്ടുപോയി. ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ പ്രവർത്തനത്തിലൂടെ അവരെ എല്ലാവരെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. കുറച്ച് പേര് കൂടി ഉണ്ട്, മുഴുവനായില്ല, 90% ആയില്ല. ഞാൻ 100 ടാർഗറ്റ് ചെയ്തിട്ട് 90 ആയില്ല, കുറച്ച് പേര് കൂടി ഉണ്ട്. അവർ കൂടി UDFിലേക്ക് വരും. പുതിയ തലമുറ UDFന്റെ കൂടെ നിൽക്കും. ഇനി ഞാനതിന് മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അത് പറവൂരിലെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്കറിയാലോ, ഞാൻ എൻ്റെ ഇത്രയും വർഷക്കാലത്തെ തെരഞ്ഞെടുപ്പിനിടയിൽ ഞാൻ 3-4 ദിവസം മാത്രമാണ് പറവൂരിൽ നിന്നത്. എല്ലാവരും പറയും എന്നെ പൂട്ടിയിടുമെന്ന് പറഞ്ഞു. പറവൂര് അവിടെ പൂട്ടിയിടും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന്. പക്ഷെ പൂട്ടിയിടപ്പെട്ടത് മന്ത്രിമാരാണ്. ഈ തോറ്റ മന്ത്രിമാർ ആരും അവരുടെ നിയോജകമണ്ഡലത്തിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. ജയിച്ചവരും മുഖ്യമന്ത്രി മാത്രമേ പോയിട്ടുള്ളൂ. അവരെ പൂട്ടിയിട്ടത് ഞങ്ങളാണ്, അവരവരുടെ മണ്ഡലത്തിൽ. എന്തുമാത്രം വിസ്മയങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയും ഇനി വേണ്ടാന്ന് പറയും. ഇപ്പം അമ്പലപ്പുഴയിലൊരു വിസ്മയം ഉണ്ടായില്ലേ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിസ്മയം നടന്നില്ലേ. തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ
നിങ്ങളോടൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 1 വർഷമായിട്ട് അറിയാം. ഞാൻ എന്ന് മുതലാണ് വിസ്മയം എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഞങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം. കണ്ണൂരിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത് കേരളത്തിലുടനീളം. അതുകൊണ്ട് കണ്ണൂരിൽ അത് എവിഡൻ്റായി അല്ലേ. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പോലുള്ള ഒരാളെ ഞങ്ങൾ ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത്, വളരെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എത്ര വലിയ വിജയമാണ് അദ്ദേഹം നേടിയത്. അല്ല, അത് അവരുടെ തീരുമാനമാണ്. നമ്മൾ പറയില്ല, അവരൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് വരാൻ പോവാണ്. ഞങ്ങൾ രാഷ്ട്രീയ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ. അവരപ്പുറത്തൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയെ തടസ്സപ്പെടുത്തുന്ന ഒന്നും നിന്നിട്ടില്ല. അത് അവരുടെ തീരുമാനമാണ് UDF-ലേക്ക് വരണോ വേണ്ടതെന്ന്. ഞങ്ങളുടെ വാതിൽ തുറന്നാണ് വെച്ചിരുന്നത്. പക്ഷെ അവർ വന്നില്ല. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം. അതല്ല, അതൊക്കെ പിന്നീട് UDF ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പം അതൊന്നും ഒരു പ്രയോറിറ്റികളിൽ ഇല്ലല്ലോ, മുൻഗണനയിൽ അതൊന്നും ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.